അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ. നാം അവൻ്റെ അടുക്കലേക്ക് പോകാം എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അസാധ്യങ്ങൾ സാധ്യമാകണമെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ദൈവശക്തി പുറപ്പെടണമെങ്കിൽ, ദൈവം പ്രസാദിക്കണമെങ്കിൽ വിശ്വാസം അനിവാര്യമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം തന്നെ മുൻകൈയെടുത്ത് നിങ്ങളുടെ അകത്ത് വിശ്വാസത്തെ ജനിപ്പിക്കും. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരെ ഇന്ന് പകൽ ദൈവം ശക്തിപ്പെടുത്തുകയാണ്. വിശ്വാസത്തിൽ ബലഹീനരെ ദൈവം ഇന്ന് പകൽ താങ്ങുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ ഓർത്ത് സന്തോഷിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ. തൻ്റെ ശിഷ്യന്മാർക്ക് വിശ്വാസം കുറവാണ്. അവർക്ക് വിശ്വാസത്തോട് അല്പം വീര്യം കൂട്ടേണ്ടതുണ്ട് എന്നറിഞ്ഞ കർത്താവ് തന്നെ അവരുടെ അകത്ത് വിശ്വാസം ജനിപ്പിക്കുവാൻ, വിശ്വാസത്തോട് വീര്യം കൂട്ടുവാൻ മുൻകൈയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് എപ്പോഴും മുൻകൈയെടുക്കുന്നത്. നമ്മെ രക്ഷിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങിയത് ദൈവമാണ്. നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ പാപത്തെ ചുമന്ന് മരണത്തെ ഏറ്റുവാങ്ങി നമുക്ക് പകരമായി യാഗമായത് യേശുവാണ്. നമ്മുടെ ശിക്ഷ മുഴുവൻ ഏറ്റുവാങ്ങി യേശു മുൻകൈയെടുത്തു. ഇന്ന് പകൽക്കാലം ഏത് മേഖലയിലാണ് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നത്, അവിടെ നിങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തുവാൻ, ജീവിപ്പിക്കുവാൻ യേശു മുൻകൈയെടുക്കുന്ന പകലാണ്. യേശു കർത്താവ് ശിഷ്യന്മാരെ ഓർത്ത് സന്തോഷിച്ചു. അവർ വിശ്വസിക്കുവാനിടയാകുമല്ലോ. മരിച്ചവർ ഉയർത്തിട്ടില്ല, മരിച്ചവർ ഉയർക്കുമെന്നൊന്നും അവർക്കറിയില്ല. അവർക്കത്ര വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാൽ യേശു അവിടെ അകത്ത് വിശ്വാസം ജനിപ്പിക്കുവാൻ അവർക്ക് വേണ്ടി ചിലത് ചെയ്തു. മാർത്തയ്ക്കും മറിയയ്ക്കും അത്ര വിശ്വാസമില്ല ഇപ്പോൾ ഒരു ഉയർപ്പ് നടക്കുമെന്ന്. എന്നാൽ അവരുടെ അകത്ത് വിശ്വാസം ജനിപ്പിക്കുവാൻ യേശു ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. ഇന്ന് പകൽ ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, ബലഹീനരെ താങ്ങുവാൻ ദൈവം ഒരു പ്രവൃത്തി ചെയ്യുന്നു. ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കും. ദൈവത്തിന് സകലതും കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കും. അസാധ്യങ്ങൾ സാധ്യമാകുമെന്ന് നിങ്ങൾ സാക്ഷ്യം പറയും. ജീവിക്കുന്നൊരു ദൈവമുണ്ട്, വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവം ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.